പല രോഗങ്ങളും വരുന്ന കാലഘട്ടമാണ് കർക്കിടകം എന്ന് പറയുന്നത്. ഇത് വേനൽക്കാലം മാറി മഴക്കാലത്തിലേക്ക് അഥവാ വർഷ ഋതുവിലേക്ക് മാറുന്നൊരു കാലഘട്ടമാണ്. അതായത് ഉത്തരായന കാലത്ത് നിന്നും ദക്ഷിണായന കാലത്തിലേക്കുള്ള മാറ്റം. ഈ ഋതുക്കൾക്ക് മാറ്റം സംഭവിക്കുമ്പോൾ പ്രകൃതിയിലും അതിനനുസരിച്ച് മനുഷ്യ ശരീരത്തിലും മാറ്റം സംഭവിക്കുന്നു. ഗ്രീഷ്മ ഋതുവിൽ നിന്ന് വർഷ ഋതുവിലേക്ക് മാറുമ്പോൾ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. മെയിനായിട്ട് ശരീരബലം കുറയും. അതേപോലെ തന്നെ അഗ്നിബലം, അതായത് ദഹനശക്തി, അതിലും കുറവുണ്ടാവും. പിന്നെ വ്യാധിക്ഷമത്വം, ഇമ്മ്യൂണിറ്റിയും വളരെ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും. ത്രിദോഷങ്ങളായിട്ടുള്ള വാതപിത്ത കഫങ്ങൾക്കും കോപം സംഭവിക്കുന്നു. പിത്തദോഷം സഞ്ചയാവസ്ഥയിലും വാതദോഷം പ്രകോപാവസ്ഥയിലായിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, ജോയിന്റ് ഡിസോർഡേഴ്സ്, പലതരം വേദനകൾ, ഗ്യാസ് ട്രബിൾ, വയറുവീക്കം എന്നിവ വർദ്ധിക്കാൻ കാരണമാവും. അതേസമയം ദഹനാഗ്നി ക്ഷയിക്കുന്നതിനാൽ വിശപ്പില്ലായ്മ, അജീർണം, അമ്ലപിത്തം, ക്ഷീണം പോലുള്ള രോഗങ്ങളും സാധാരണമാണ്. കൂടാതെ പല സാംക്രമിക രോഗങ്ങളും വരുന്നൊരു കാലഘട്ടം കൂടെയാണിത്. ഈ സമയത്ത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതിനുവേണ്ടി ശരീരത്തിനെ തയ്യാറാക്കി വെക്കുന്ന ഒരു രീതിയാണ് കർക്കിടക ചികിത്സ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ദുഷിച്ചിരിക്കുന്ന ദോഷദൂഷ്യങ്ങളെ പുറന്തള്ളാൻ വേണ്ടിയിട്ടുള്ള ശോധനക്രിയകളും അതിൻ്റെ പൂർവ്വകർമ്മങ്ങളൊക്കെയാണ് ഈ കർക്കിടക മാസത്തിൽ അനുഷ്ഠിക്കേണ്ടത്. മഴക്കാലത്ത് തണുപ്പും ഈർപ്പവും ഉള്ള കാലഘട്ടമായതിനാൽ ശരീരത്തിലെ സൂക്ഷ്മ സുഷിരങ്ങൾ തുറന്നിരിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഈ സ്നേഹന സ്വേദന ചികിത്സകൾ ചെയ്യുമ്പോൾ മരുന്നുകൾ പെട്ടെന്ന് ആഗിരണം ചെയ്യുകയും അതിൻ്റെ ഫലമായി ചികിത്സാഫലം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കർക്കിടക ചികിത്സ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ബോഡിയിൽ ഒരു വർഷത്തേക്കുള്ള ആരോഗ്യനിലയാണ് മെച്ചപ്പെടുന്നത്.